തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള പ്രചരണങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ആദ്യം തന്നെ UDFന്റെ സ്ഥാനാർത്ഥി ശബരിനാഥൻ ആണ് പ്രചരണത്തിനൊക്കെ തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്ഷേത്ര ദർശനമൊക്കെ കഴിഞ്ഞ ശേഷമാണ് അദ്ദേഹം ഇപ്പോൾ തന്റെ വാർഡിൽ ഓരോരുത്തരെയായി നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അങ്ങനെ ഇറങ്ങി അല്ലേ? അതെ, നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് എല്ലാവരോടും സംസാരിക്കുന്നൊക്കെയുണ്ട്. ഇന്ന് രാവിലെ ശാസ്താംകോളം ക്ഷേത്രത്തിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി ഈ കവടിയാർ വാർഡിൻ്റെ ഭാഗമായിട്ടുള്ള പൈപ്പുമൂട് ഗോൾഫ് ലിങ്സ് ഭാഗത്തേക്ക് എല്ലാവരും ചേർന്ന് മുൻ കൗൺസിലർ സതിച്ചേച്ചി, മുൻ കൗൺസിലർ ശ്രീ മുരളീധരൻ, വാർഡ് പ്രസിഡന്റ് ശിവൻചേട്ടൻ അടക്കം, നമ്മുടെ ശാസ്താംകോളത്തെ സ്ഥാനാർത്ഥി അടക്കം, മണ്ഡലം പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, ഇവിടുത്തെ എല്ലാ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് എല്ലാ ആളുകളും ഉണ്ട്. പാർട്ടിയിലെ ഈ കവടിയാർ വാർഡിലുള്ള ഏറ്റവും നല്ല സംഘടനാ സംവിധാനം കോൺഗ്രസിന് നഗരത്തിലുള്ളൊരു പ്രദേശം കൂടിയാണ്. നിസ്വാർത്ഥരായിട്ടുള്ള നല്ല നേതാക്കളുള്ളതാണ്. അപ്പോൾ നമ്മൾ വീടായിട്ടൊക്കെയുള്ള നല്ല ബന്ധമുണ്ട്. ഞാനും ഒരുമാതിരപ്പുറമുള്ള ആളായതുകൊണ്ട് പല വീടുകളിലും ബന്ധമുണ്ട്. ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച കുട്ടികൾ, ട്യൂഷന് വന്നവർ, കോളേജിൽ പഠിച്ചവർ, ഫ്രണ്ട്സ് ഓഫ് ഫ്രണ്ട്സ്, പല ആളുകളൊക്കെ ഇങ്ങനെ വിളിക്കുന്നൊക്കെ ഉണ്ട്. നല്ല ഉറക്കമാണ്. തീർച്ചയായിട്ടും ഇത്തവണ തിരുവനന്തപുരം കോർപ്പറേഷൻ UDFും കോൺഗ്രസും പിടിക്കും എന്നുള്ളൊരു ട്രെൻഡിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിലാണ്. എന്തായാലും കഠിനാധ്വാനം നടത്താൻ നമ്മൾ തയ്യാറാണ്. ഇലക്ഷന് മാത്രമല്ല ഇതിന് മുന്നോട്ടും കൃത്യമായിട്ടുള്ള രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട് വികസന ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് തിരുവനന്തപുരത്തിനെ ഗ്ലോബലായി ഉയർത്താനും കവടിയാറിലെ ഒരു ലോക്കലായിട്ട് ഇരിക്കുവാനും ഞാൻ 100% ആത്മാർത്ഥമായി നിൽക്കുകയാണ്. അതെ, ഞാൻ ഈ സോഷ്യൽ മീഡിയയിലെ ഈ കയറ്റിറക്കങ്ങളിൽ അഭിരമിക്കുന്ന ഒരാളല്ല. നമുക്ക് ആളുകളോട് സംസാരിക്കുമ്പോൾ പൾസറിയാം. സോഷ്യൽ മീഡിയയിൽ സജീവമാണെങ്കിൽ അല്ലെങ്കിലും നമുക്ക് ഗ്രൗണ്ടിൽ നിൽക്കണം. ഞാൻ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളാണ്. ആ ഗ്രൗണ്ടിൽ നിൽക്കുന്ന ഒരാളായതുകൊണ്ടാണ് ഇവിടെയുള്ള സ്ഥലങ്ങളിലേക്കെല്ലാം അറിയാവുന്നത്. അതെല്ലാവരും നമ്മുടെ ഒരു തീരുമാനത്തെ അംഗീകരിക്കുമ്പോഴുള്ള സന്തോഷമുണ്ട്. ആ സന്തോഷത്തിൽ മതിമറക്കുന്നില്ല. പക്ഷേ സന്തോഷത്തിൽ പാർട്ടിക്കൊരു ഊർജ്ജം കിട്ടുകയാണ്. തീർച്ചയായിട്ടും ആ ഊർജ്ജം നമ്മുടെ ശാസ്ത്രമത്തെ കാൻഡിഡേറ്റ് അടക്കമുള്ള എല്ലാവർക്കും നമുക്ക് കിട്ടും. ഈ ഒരു മേഖലയിലുള്ള മാക്സിമം സീറ്റുകൾ പിടിക്കാനുള്ള ശ്രമത്തിലാണ് നമ്മൾ. ഞാൻ വീണ്ടും പറയുന്നു, കഴിഞ്ഞ തവണത്തെ തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ UDFൻ്റെ നമ്പർ അതൊരു ജനങ്ങളുടെ ഒരു ജനഹിതമല്ല. അത് കോൺഗ്രസിൻ്റെയും പല തെറ്റുകൾ കാരണം ജനങ്ങൾ നൽകിയൊരു താക്കീതാണ്. ആ താക്കീതിൽ നിന്ന് നമ്മൾ കോൺഗ്രസ്സുകാരെല്ലാം പഠിച്ചു. നമ്മൾ സാഷ്ടാംഗം വീണ് നല്ല കുട്ടികളായിട്ട് കോൺഗ്രസ്സുകാർ വീണ്ടും കൃത്യമായിട്ട് എത്തിയിരിക്കുകയാണ്. അത് ജനങ്ങൾ മനസ്സിലാകുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ട്രസ്റ്റഡായിട്ടുള്ള ഒരു ബ്രാൻഡ് കോൺഗ്രസ്സാണ്. നമ്മുടെ ആശയങ്ങൾ ട്രസ്റ്റഡാണ്. അതിൽ നിന്നുകൊണ്ട് നമ്മൾ തെറ്റ് തിരുത്തി വരികയാണ്. അത് ജനങ്ങൾ കാണും. തീർച്ചയായിട്ടും 50 സീറ്റുകൾ കൂടുതൽ ലഭിച്ച് 50% മെജോറിറ്റിയിൽ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കോൺഗ്രസിൻ്റെ UDFൻ്റെ ഒരു മേയർ ഉണ്ടാകും. എന്തായാലും പ്രചരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ്. പോരാട്ടം അതിന്റെ ആവേശത്തിലേക്ക് എത്തിയിരിക്കുന്നു. ആദ്യം തന്നെ ശബരിനാഥൻ കളത്തിലേക്ക് ഇറങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ്. വീഡിയോ ജേർണലിസ്റ്റ് വിഷ്ണു എമ്മലിനൊപ്പം റിപ്പോർട്ടർ ഡിയേഗോ, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.